നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്പോഞ്ച് പോലുള്ള ശ്വാസകോശം ചകിരി പോലെയാവുന്ന അവസ്ഥ, ഈ അവസ്ഥ ചിലരിൽ കാണാറുണ്ട്. ശ്വാസകോശം ദ്രവിച്ച് സ്പോഞ്ച് പോലെയാവുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പൾമണറി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ PS ഷാജഹാനാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ശ്വാസകോശം ദ്രവിച്ച് ചുരുങ്ങിപ്പോകുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിശദമാക്കാമോ? നമ്മൾ പല ശ്വാസകോശ രോഗങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് ശ്വാസകോശ രോഗങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ശ്വാസകോശങ്ങൾ ദ്രവിച്ചു പോകുന്ന അല്ലെങ്കിൽ ദ്രവിച്ചു തുടങ്ങുന്ന ഈ അവസ്ഥയെക്കുറിച്ച് അധികം പേർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങൾ അഥവാ ഇൻ്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസസ് എന്നറിയപ്പെടുന്ന ഒരിനം ശ്വാസകോശ രോഗങ്ങളാണ് ഈ ശ്വാസകോശങ്ങൾ ദ്രവിക്കാനിടയാക്കുന്നത്. ഇത് ഒരു ശ്വാസകോശ രോഗത്തിൻ്റെ പേരല്ല, ഒരുപാട് രോഗങ്ങളുടെ സമുച്ചയത്തിൻ്റെ ഒരു പൊതുവായ പേരാണ് ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങൾ അഥവാ ILD എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. ഈ ഇൻ്റർസ്റ്റിഷ്യൽ എന്ന് പറയുന്നത് തന്നെ കുറച്ചൊരു നമുക്ക് ആരും സാധാരണ കേൾക്കാത്ത ഒരു പേരാണ്. അതായത് ഈ നിരവധി വായുവറകളുണ്ട്, ചെറു വായുവറകളുണ്ട്. ഈ വായുവറകളുടെ ചുറ്റും ഒരുപാട് രക്തക്കുഴലുകളുണ്ട്. ഈ രക്തക്കുഴലിനും ഈ വായുവറകളുടെ ഭിത്തികൾക്കും ഇടയിലുള്ള അതീവ ചെറുതായ ഒരു സ്ഥലമാണ് ഈ ഇൻ്റർസ്റ്റിഷ്യം എന്ന് പറയുന്നത്. ഈ ഇൻ്റർസ്റ്റിഷ്യം എന്ന ഭാഗത്തുണ്ടാകുന്ന കട്ടികൂടൽ അല്ലെങ്കിൽ കേടുപാടുകളാണ് ഈ ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമായി തീരുന്നത്. ഡോക്ടർ, ഈ ഒരു രോഗം കൂടുതൽ വരാൻ സാഹചര്യമുള്ള ആരെങ്കിലൊക്കെയാണ്? ഹലോ, ഇത് സത്യം പറഞ്ഞാൽ ഇത് ആരെയും ബാധിക്കാവുന്നതാണ്. വർഗവർണ്ണ വ്യത്യാസമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരസുഖമാണിത്. പക്ഷേ പൊതുവെ പറയുകയാണെങ്കിൽ പ്രായമേറിയ പല രോഗങ്ങളും ഇതിൽ വിവിധ വിഭാഗങ്ങളുണ്ട്. നല്ലൊരു പങ്കും ഇത് പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്, പ്രായമേറിയ പുരുഷന്മാരിൽ. എന്ന് വെച്ച് ഇത് സ്ത്രീകളിൽ കാണുന്നില്ല എന്നല്ല, മറ്റ് പല രീതിയിലുള്ള ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസരോഗങ്ങളും സ്ത്രീകളിലും തുല്യ നിലയിലോ അല്ലെങ്കിൽ കൂടുതലായ പോലും കാണുന്നുണ്ട്. അത്യപൂർവമായിട്ട് ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്കും ചെറുപ്പക്കാരിലും ഒക്കെ തന്നെ വിവിധ വിഭാഗത്തിലുള്ള ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങൾ കാണുന്നുണ്ട്. ഡോക്ടർ, ഏതെല്ലാം രോഗങ്ങൾക്ക് അനുബന്ധമായിട്ട് ഈ രോഗം വരാം? അതുപോലെ ന്യൂമോണിയയുമായി എങ്ങനെ ഈ രോഗം ബന്ധപ്പെട്ടിരിക്കുന്നു? ഞാൻ നേരത്തെ സംസാരിച്ചല്ലോ, അതായത് ഇതൊരു രോഗത്തിൻ്റെ പേരല്ല, മറിച്ച് ഒരു രോഗസമുച്ചയമാണ്. ഒരു 200-ലധികം ഈ വിഭാഗത്തിൽപ്പെട്ട അസുഖങ്ങൾ ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങൾ എന്ന ഒരു പൊതു നാമധേയത്തിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. ഇത് ഈ വാതരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ നമ്മൾക്കറിയാം ആമവാദം അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, പിന്നെ ഈ തൊലിപ്പുറത്തൊക്കെ കളർ വ്യത്യാസം വന്ന് തൊലിയൊക്കെ കട്ടിപിടിക്കുന്ന സിസ്റ്റമിക് സ്ക്ലീറോഡെർമ, പിന്നെ നമുക്ക് ആഹാരം ഇറക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സിസ്റ്റമിക് സ്ക്ലീറോസിസ്, ഇങ്ങനെ വാതാനുബന്ധ രോഗങ്ങളുണ്ട്. ഈ രോഗവുമായിട്ട് അനുബന്ധിച്ച് ഇത്തരം അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചിലയിനം വൈറസ് രോഗങ്ങളെ തുടർന്ന് ഇത്തരം അസുഖങ്ങൾ വരാം. നമ്മുടെ COVID-19 ഏറ്റവും നല്ല ഉദാഹരണം. COVID-19 ശേഷം ഒരുപാട് പേർക്ക് ശ്വാസകോശങ്ങൾ ദ്രവിച്ചു പോയതായിട്ടൊക്കെ അക്കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചിലയിനം വൈറസ് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം അസുഖങ്ങൾ വരാം. പിന്നെ അതുകൂടാതെ ഈസിനോഫിലുകൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥകളുണ്ട്. ഈസിനോഫിൽ അണുക്കൾ ശരീരത്തിൻ്റെ വിവിധ കോശകലകളിൽ അടിഞ്ഞുകൂടുന്നതിനെ തുടർന്ന് ഇത്തരം അസുഖങ്ങൾ വരാം. പിന്നെ ഈ ശരീരത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ കോശകലകൾ ഉരുണ്ടുകൂടുന്ന സാർക്കോയിഡോസിസ് എന്നൊരു അസുഖമുണ്ട്. ആ അസുഖമായിട്ട് ബന്ധപ്പെട്ടും വരാം. ഇനി ഇതെല്ലാം തന്നെ പരിശോധിച്ച് വിവിധ ഒരുപാട് പരിശോധനകൾ കഴിഞ്ഞിട്ടും നമുക്ക് വ്യക്തമായൊരു കാരണം കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് ILD അല്ലെങ്കിൽ ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഇതിനെ നമ്മൾ ഇഡിയോപ്പതിക് പൾമണറി ഫൈബ്രോസിസ് അഥവാ IPF എന്നാണ് വിളിക്കുന്നത്. ഈ ഇഡിയോപ്പതിക് എന്ന് പറഞ്ഞാൽ തന്നെ കാരണം കണ്ടെത്താത്ത, കാരണം അറിയാത്ത എന്നാണ് അർത്ഥം. അപ്പോൾ അത്തരം അസുഖങ്ങളും വളരെ ഇത്തരം അസുഖങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു വിഭാഗമാണ് IPF അഥവാ ഇഡിയോപ്പതിക് പൾമണറി ഫൈബ്രോസിസ്. ഇങ്ങനെ വിവിധ രീതിയിൽ, വിവിധ ഭാവത്തിൽ, പിന്നെ വിവിധ തലങ്ങൾ നമ്മുടെ ശ്വാസകോശങ്ങളെ എത്രത്തോളം ബാധിക്കാം എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ച് പല കാരണങ്ങളുണ്ട് ഈ അസുഖം വരാം. ഇനി കാരണം അറിയാത്തതിനാണ് നമ്മൾ IPF അഥവാ ഇഡിയോപ്പതിക് പൾമണറി ഫൈബ്രോസിസ് എന്ന് വിളിക്കുന്നത്. പിന്നെ താങ്കൾ ചോദിച്ച രണ്ടാമത്തെ കാര്യം, ഇത് ന്യൂമോണിയയുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കുന്നു?
ഈ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ഇപ്പം അണുജീവികൾ ശ്വാസകോശ കലകളിൽ ഉണ്ടാക്കുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് വിളിക്കുന്നത്. ഇനി ഈ നീർക്കെട്ട് വേറെ അണുജീവികളല്ലാതെ മറ്റെന്തെങ്കിലും വസ്തുക്കൾ, അത് കെമിക്കലായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളായിരിക്കാം, ഇതുകൊണ്ടുണ്ടാകുന്ന നീർക്കെട്ടിന് നമ്മൾ ന്യൂമോണൈറ്റിസ്, അതൊരു തികച്ചും സാങ്കേതികമായ കാര്യമാണ് എങ്കിൽ പോലും അതിനെ നമ്മൾ ന്യൂമോണൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ശ്വാസകോശ നമ്മൾ ഈ പറയുന്ന ഈ ശ്വാസകോശം ദ്രവിച്ചു പോകുന്ന അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ ശ്വാസകോശ നീർക്കെട്ടിനെ നമ്മൾ ന്യൂമോണൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഹൈപ്പർ സെൻസിറ്റീവ് ന്യൂമോണൈറ്റിസ് എന്നൊരു കണ്ടീഷനുണ്ട്. അതായത് ജൈവിക ആൻറ്റിജനുകൾ കൊണ്ട് ശ്വാസകോശത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകളാണ് ഹൈപ്പർ സെൻസിറ്റീവ് ന്യൂമോണൈറ്റിസ്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിഷ്യൽ ശ്വാസകോശ രോഗങ്ങളാണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നല്ലൊരു ശതമാനം ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് എന്ന വിഭാഗത്തിലാണ്. അതായത് ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ അണുജീവികളെ കൊണ്ട് ശ്വാസകോശ കലകൾക്കുണ്ടാകുന്ന നീർക്കെട്ട്. ന്യൂമോണൈറ്റിസ് എന്ന് പറഞ്ഞാൽ അണുജീവികളല്ലാത്ത, അത് കെമിക്കലാകാം മറ്റെന്തെങ്കിലും വസ്തുക്കളാകാം, അതുമൂലം ഉണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ന്യൂമോണൈറ്റിസ് എന്ന് വിളിക്കുന്നത്. വ്യക്തമാണോ ഡോക്ടർ? ഈ ഒരു രോഗം ശ്വാസകോശത്തെ അപകടത്തിലാക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ ശ്വാസകോശത്തിന് വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മൾ ആദ്യം താങ്കളുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞല്ലോ, അതായത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് ചകിരി പോലെയാവുന്നത്. അപ്പോൾ നമ്മുടെ ശ്വാസകോശം എന്നാൽ അതിലോലമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാന ധർമ്മം എന്ന് പറയുന്നത് വാതക കൈമാറ്റമാണ്. അതായത് ഓക്സിജൻ അകത്തേക്ക് കൊടുക്കുന്നു, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് കൊടുക്കുന്നു. ഇത് ഒരു ശ്വാസകോശ സ്തരം അല്ലെങ്കിൽ റെസ്പിറേറ്ററി മെംബ്രെയിൻ, അത് അതിലോലമാണ്. ആ അതിലോല ഭിത്തിക്കുണ്ടാകുന്ന കട്ടികൂടലാണ് ഈ ILD അല്ലെങ്കിൽ ഇൻഡസ്ട്രിഷ്യൽ ശ്വാസകോശ രോഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഓക്സിജൻ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല, കാർബൺ ഡയോക്സൈഡ് തിരിച്ച് കറക്റ്റായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കിതപ്പ്, ചെറിയ ഒരു നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ആയാസപ്പെടുമ്പോൾ വന്ന അമിതമായ കിതപ്പ്, പിന്നെ വരണ്ട ചുമ, കഫമൊന്നും ഇല്ലാത്ത വരണ്ട ചുമ, ഇതാണ് ഈ രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ. പക്ഷേ ആ സമയത്ത് പോലും നമ്മളിത് കണ്ടുപിടിക്കത്തില്ല. കാരണം എന്താ? മറ്റ് പല ശ്വാസകോശ രോഗങ്ങളുടെയും ലക്ഷണം ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് നമ്മളിത് കണ്ടുപിടിക്കത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പൾസ് ഓക്സിമീറ്റർ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ. ഈ പൾസ് ഓക്സിമീറ്റർ കൈയുടെ വിരലിൽ വെച്ച് നമ്മൾ ഓക്സിജൻ്റെ ലെവൽ നോക്കുമ്പോൾ ലെവൽ കുറഞ്ഞാൽ, ആദ്യഘട്ടത്തിൽ കാണുന്നതല്ല, കുറച്ച് കഴിഞ്ഞാൽ ലെവൽ കുറയുന്നതായിട്ട് തോന്നും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നാക്കയിലും പിന്നെ ഒക്കെ നീല നിറം വരുന്നു. അതായത് ഓക്സിജൻ കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അതൊക്കെ. ഇതിനെ തുടർന്ന് ശ്വാസകോശ പരാജയം സംഭവിക്കുന്നു. അപ്പോൾ ഈ അസുഖം ഒരു ചില്ലറക്കാരനല്ല. ഇത് ആദ്യഘട്ടത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചികിത്സിക്കാൻ പറ്റും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇത് ശ്വാസകോശമൊക്കെ നല്ല പങ്കും ചകിരി പോലെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം താറുമാറായി നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അടിസ്ഥാന ധർമ്മം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതിനെ തുടർന്ന് ശ്വാസകോശ പരാജയം വന്നു കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് ഹൃദയത്തിനെ ബാധിക്കും. ഇങ്ങനെ മറ്റ് പല അവയവങ്ങളാണ് നമുക്കറിയാമല്ലോ. ശ്വാസകോശങ്ങളാണ് ഓക്സിജൻ എല്ലാ അവയവങ്ങൾക്കും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ മറ്റു അവയവങ്ങൾക്കും കേടുപാട് വരും. ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഇതിൻ്റെ ഒരു പരിണിതി. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വേലായുധനാണ്. വേലായുധൻ ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. വേലായുധൻ കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ കോൾ കട്ടായിപ്പോയെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഈ രോഗം എങ്ങനെ തടയാം? പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേൾക്കുന്നില്ല. അല്ല, ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞു, കുറേ ഇൻഡസ്ട്രിയൽ ലങ് ഡിസീസസുകൾക്ക് വ്യക്തമായ കാരണം നമ്മൾക്കറിയാം. കുറേ എണ്ണത്തിന് വ്യക്തമായ കാരണം നമുക്കറിയില്ല. അപ്പോൾ കാരണം അറിയുന്നതിന് നമുക്ക് ഒരു പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പം വാത അനുബന്ധ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് വാത രോഗങ്ങൾ കൃത്യമായി ചികിത്സ തേടുക, അതുവഴി ഇത് ശ്വാസകോശങ്ങളെ ബാധിക്കുന്നത് നമുക്ക് തടയാൻ പറ്റും. അതായത് ആമവാദമായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്ലീറോഡെർമ ആയിക്കോട്ടെ, സിസ്റ്റമിക് സ്ക്ലീറോസിസ് ആയിക്കോട്ടെ, ഇതിനെയൊക്കെ കൃത്യമായ ചികിത്സ ആദ്യഘട്ടത്തിൽ തന്നെ തേടി നമുക്ക് ഒരു പരിധിവരെ അത് ശ്വാസകോശത്തെ ബാധിക്കുന്നത് തടയാൻ പറ്റും. പിന്നെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് എന്ന കണ്ടീഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനെ സംബന്ധിച്ചിടത്തോളം ജൈവിക ആൻറ്റിജനുകളാണ് അതിനൊരു കാരണമാവുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ധാന്യപ്പൊടികൾ,
ധാന്യത്തോടൊക്കെ ഉള്ള പൂപ്പലുകൾ, പിന്നെ ഈ പ്രാവ് വളർത്തുന്നവർക്കൊക്കെ ഇടയിലുണ്ടാകുന്ന ഹൈപ്പർ സെൻസിറ്റീവ് ന്യൂമൈറ്റിസ്, അതായത് അവരുടെ ഇടയിലുണ്ടാകുന്ന ഈ പ്രാവിൻ്റെ വിസർജ്യമൊക്കെ അന്തരീക്ഷത്തിൽ കലർന്ന് അത് നമ്മൾ ശ്വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അത്തരം എക്സ്പോഷർ നമ്മൾ പറയും, അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക വഴി നമുക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണിറ്റിസ് തടയാൻ പറ്റും. പിന്നെ വൈറസ് രോഗങ്ങളെ തുടർന്ന് അതും ഈ പറഞ്ഞ പോലെ ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ തേടിക്കൊണ്ട് നമുക്ക് വൈറസ് രോഗങ്ങളെ തുടർന്നുണ്ടാകുന്ന ഈ ശ്വാസകോശം ദ്രവിക്കുന്നതും നമുക്ക് തടയാൻ പറ്റും. ഇതിനൊക്കെ പുറമെ ഇത് തടയാൻ പറ്റണമെന്നല്ല, ആദ്യഘട്ടത്തിൽ തന്നെ ഇത് തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും ഈ മറ്റ് പല ശ്വാസകോശ രോഗങ്ങളുടെയോ അല്ലെങ്കിൽ ഹൃദയരോഗങ്ങളുടെയോ ലക്ഷണമായി നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ചികിത്സ തേടാറില്ല. പലപ്പോഴും ഈ ശ്വാസകോശത്തിൻ്റെ ഒരു നല്ല പങ്കും ചകിരി പോലെയായി ശ്വാസകോശ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് വാതക കൈമാറ്റം പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു നല്ല പങ്കും തടസ്സപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഇത് രോഗം കണ്ടെത്തുന്നത്. അത് നമ്മൾ ഒഴിവാക്കണം. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയും ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളൊരു ഏത് അസുഖമായിക്കോട്ടെ, ഏത് ലക്ഷണമായിക്കോട്ടെ, അതിനൊരു വിദഗ്ധ ചികിത്സ തേടുക. നമ്മൾ ഡോക്ടറെ പോയി കണ്ട് അതിന് ഒരു വേണ്ട പരിശോധനകൾ നടത്തി ഏത് രോഗമാണോ അതുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ തേടുക എന്നുള്ളതും ഒരേപോലെ പ്രധാനമാണ്. പലപ്പോഴും നമുക്കിത് പൂർണ്ണമായി തടയാൻ പറ്റണമെന്നില്ല, പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ തേടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. അടൂരിൽ നിന്ന് ഷമീമയാണ്. ഷമീമ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ. ഹലോ ഡോക്ടർ. ഹലോ. പറയൂ. ഡോക്ടർ, നൈറ്റ് നമ്മള് രാത്രി കിടക്കുന്ന സമയമാകുമ്പം ചില സമയങ്ങളിൽ നെഞ്ചില് ഭയങ്കരമായിട്ട് നമുക്ക് വേദന പ്രശ്നങ്ങൾ തോന്നാറുണ്ട്. അത് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും? വേദനയുണ്ട്. വേദനയല്ല, അത് ഒരു ശ്വാസമുട്ടലാണോ ഒരു വെപ്രാളോ ആണോ എന്തോ ഒരു അല്ല പകലൊക്കെ നിങ്ങൾ നടക്കുമ്പോൾ ശ്വാസം മുട്ടലുണ്ടാവുന്നുണ്ടോ? കുറച്ച് അമിതമായ കിതപ്പ്. നമ്മൾ ഒത്തിരി നടക്കുമ്പോഴല്ല ഞാൻ ചോദിക്കുന്നത്, സാധാരണഗതി നടക്കുമ്പോൾ കിതപ്പ്, വല്ലാത്ത കിതപ്പുണ്ട് ഇല്ല? പിന്നെ ചുമ ഇങ്ങനെ തുടർച്ചയായിട്ട് വരണ്ട ചുമ, കഫമില്ലാത്ത? ഇല്ല, അതില്ല. ഓടെ. അപ്പം ഇതിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ലക്ഷണം വെച്ചിട്ട് ഇത് ILD ആവണമെന്നൊന്നും തോന്നുന്നില്ല, അങ്ങനൊന്നും സാധ്യതയില്ല. ILD എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് കുറേ നമ്മൾ അമിതമായ ഒരു നമുക്കറിയാൻ പറ്റും, നമ്മളൊരു അമിതമായ കിതപ്പ്, നമ്മൾ ഒരു വല്ലാത്ത നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ അടുത്തുള്ളവർ പറയും നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പ്രശ്നം ചോദിക്കും. അപ്പോൾ ഇതൊരു ILD ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ നെഞ്ചത്തൊരു നീർക്കെട്ട് പോലെ തോന്നുക അല്ലെങ്കിൽ ഒരു നെഞ്ചുവേദന തോന്നുകയെന്ന് വെച്ചാൽ അത് നിങ്ങളൊരു ഡോക്ടറെ കണ്ടത് വിശദമായ പരിശോധന വേണം. ഇത് ILD ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഇത് എത്രത്തോളം അപകടകരമാണ്? അതുപോലെ ഈ രോഗത്തിന്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ്? നമ്മളത് ആദ്യം അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. ഇത് ആദ്യഘട്ടത്തിൽ വലിയ കുഴപ്പമില്ലെങ്കിൽ പോലും പിന്നെ ഒരു നല്ല പങ്ക് ശ്വാസകോശങ്ങളും പിന്നെ ചകിരി പോലെ ആയി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അടിസ്ഥാന ധർമ്മം തന്നെ നടക്കാത്തൊരവസ്ഥയാണ്. അതായത് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് വാതക കൈമാറ്റം അവിടെ നടക്കുന്നില്ല. അപ്പോൾ ശ്വാസകോശം അതിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല എന്നുണ്ട്. അപ്പോൾ ശ്വാസകോശ പരാജയം വരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, ഓക്സിജൻ ജീവൽ വായുവാണ്. അത് എല്ലാ അവയവങ്ങൾക്കും എല്ലാ കോശകലകൾക്കും വേണം. ശ്വാസകോശത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ കരളിന് വേണം, വൃക്കയ്ക്ക് വേണം, തലച്ചോറിന് വേണം, കണ്ണിന് വേണം, എല്ലാ അവയവങ്ങൾക്കും വേണം. അപ്പോൾ അവിടേക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ വരികയാണ്. അപ്പോൾ ആദ്യം ശ്വാസകോശ പരാജയം സംഭവിക്കുന്നു, തുടർന്ന് മറ്റവയവങ്ങൾ പരാജയപ്പെടുന്നു. അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറുന്നു. നമ്മൾ ഓക്സിജൻ നമുക്ക് പുറത്തുനിന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഇനി പുറത്തുനിന്ന് കൊടുത്താൽ പോലും കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് ശ്വാസകോശത്തിന് ആഗിരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ ഒരു വലിയൊരു എന്താ പറയേണ്ട, ഒരു വലിയൊരു മെഡിക്കൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണിത്. അതിർത്താതെ നമ്മൾ സൂക്ഷിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ചെങ്ങന്നൂരിൽ നിന്ന് PC ജോർജാണ്. ജോർജ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ സാർ, നമസ്തേ. ഹലോ. പറയൂ. നമസ്കാരം. പറയൂ. നമസ്തേ. കേൾക്കുന്നുണ്ട്. പറയൂ ജോർജ്. സാറേ നമസ്കാരം. പറയൂ ജോർജ്. സാറേ, എനിക്ക് കൂടുതൽ സ്പീഡിൽ നടക്കുമ്പം വലിയ കിതപ്പാണ് ഉണ്ടാകുന്നത്. കേൾക്കുന്നുണ്ട്. പറയൂ.
എത്ര വയസ്സുണ്ട് ജോർജ്? എത്ര വയസ്സുണ്ട്? എനിക്കിപ്പം 73 ആകുന്നേ. എത്ര വയസ്സുണ്ട്? 73. ജോലിയുണ്ടോ അതോ ഇപ്പം ഓക്കെ ഓക്കെ ഇപ്പം എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? നേരത്തെ ജോലി എനിക്ക് 73 വയസ്സുണ്ട്. ഞാനിപ്പോ RCC ഇപ്പം എന്തെങ്കിലും ജോലിയുണ്ടോ? ആണ് RCC പേഷ്യൻ്റ്. അല്ല നേരത്തെ എന്തുവായിരുന്നു ജോലി? എന്തുവായിരുന്നു ജോലി? നേരത്തെ ഞാൻ കൃഷിപ്പണിയൊക്കെ ജോലിയൊക്കെ ആയിരുന്നേ. ഓക്കെ 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 അപ്പം നമ്മളിപ്പോൾ നടക്കുമ്പോൾ കിതപ്പ് എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ജോർജ് ചേട്ടന് ഓക്കെ 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 അപ്പോൾ ജോർജ് ചേട്ടന് 73 വയസ്സുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നടക്കുമ്പോൾ കിതപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു പ്രശ്നമായിട്ട് എടുക്കണ്ട. എത്രത്തോളം നടക്കുമ്പോഴാണ് കിതപ്പ്, അല്ലെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് ചുമ വരുന്നുണ്ടോ? പിന്നെ നമ്മൾ നേരത്തെ ജോർജ് ചേട്ടൻ പറഞ്ഞു RCC സ്പീഡിൽ അതെ അതെ പിന്നെ RCCയിൽ ചികിത്സയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെ സ്പീഡിൽ നടക്കുമ്പോൾ നമുക്കുണ്ട് ഉണ്ട് ആണ്. അപ്പോൾ ചിലപ്പോൾ ഇതിപ്പം ഈ ILD തന്നെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ദീർഘകാല ശ്വാസതടസ്സ രോഗങ്ങൾ COPD എന്നൊക്കെ ഒരു അസുഖമുണ്ട്. പുകവലിക്കുമായിരുന്നോ പണ്ട്? പുകവലിക്കുമായിരുന്നോ? പുകവലി ഉണ്ടായിരുന്നോ? ഡോക്ടർ, സാങ്കേതിക പ്രശ്നങ്ങളാൽ കോൾ കട്ടായിരിക്കുകയാണ്. ഡോക്ടർ തുടർന്നോളൂ. കേൾക്കുന്നില്ല. അതെ 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 അപ്പോൾ ഞാൻ എന്തായാലും പൊതുവായിട്ട് അതിന് മറുപടി പറയാം. അപ്പോൾ ജോർജ് ചേട്ടൻ പറയുന്നത് അദ്ദേഹത്തിന് സ്പീഡിൽ നടക്കുമ്പോൾ കിതപ്പുണ്ടെന്നായിരുന്നു. സ്പീഡിൽ നടക്കുമ്പോൾ, അതായത് അദ്ദേഹത്തിന് 73 വയസ്സുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്കതൊരു ILD ആണെന്ന് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം പുകവലിക്കാരനായിരുന്നു എങ്കിൽ അതൊരു ചിലപ്പോൾ ദീർഘകാല ശ്വാസതടസ്സ രോഗങ്ങൾ COPD എന്നറിയപ്പെടുന്ന രോഗങ്ങളുടെയൊക്കെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാവുന്നുള്ളൂ. എന്തായാലും പിന്നെ ഒരാൾക്ക് അമിതമായ കിതപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വിശദമായ പരിശോധന അർഹിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കട്ടെ. ഡോക്ടർ, ഈ ഒരു രോഗം മരണകാരണമാവുന്നുണ്ടോ? അല്ല, ഇത് സത്യം പറഞ്ഞാൽ അതാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ പൊതുസമൂഹത്തിൽ ഈ രോഗത്തെക്കുറിച്ച് വലിയൊരു ധാരണയില്ല. ഇപ്പം നമുക്ക് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇപ്പം ആസ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ രോഗം ഇങ്ങനെ ഒരു അധികം ആർക്കും അറിയാത്ത വളരെ അപകടകാരിയായ ഒരു അസുഖമാണ്. ഇത് മരണകാരണമാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇത് മരണകാരണമാവുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പല പ്രമുഖരും, ഞാൻ സ്വകാര്യത മാനിച്ചുകൊണ്ട് പേരൊന്നും പറയുന്നില്ല, പല പ്രമുഖരുടെയും മരണകാരണം ഇൻറ്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസസ് അഥവാ ഇൻറ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങളാണ്. പലപ്പോഴും നമ്മൾ മീഡിയയിലൊക്കെ വരുമ്പോൾ ഇന്ന ആൾ മരിക്കാൻ കാരണം ന്യൂമോണിയ ബാധിച്ച് മരിച്ചു എന്നൊക്കെ നമ്മൾ വരുമെങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാന കാരണം ഇൻറ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങളാണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തെ ഇതിനൊരു അവബോധം ഉണ്ടാക്കേണ്ടതുണ്ട്. എന്താണ് ഇൻറ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ആദ്യം കണ്ടെത്തേണ്ടത്, അത് കണ്ടെത്തി ചികിത്സിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു പൊതുബോധം, സാമൂഹ്യ ബോധം നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഇത് വളരെ അപകടകരമായ ഒരു അസുഖങ്ങളിലൊന്നാണ്, മരണകാരണമാകാവുന്ന ഒരു അസുഖം ഒന്നാണ്. വ്യക്തമാണ് ഡോക്ടർ. ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് മനോജാണ്. മനോജ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ പറയൂ മനോജ്. വൈഫിന് വേണ്ടി വിളിക്കുന്നതാണേ. പിന്നെ വൈഫിന് ചെറിയൊരു ക്യാൻസറിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ ഈ ഇടയ്ക്ക് ചുമ വന്നു, ജലദോഷം പിടിച്ച് ചുമ വന്നിരുന്നു. അതില് ചില സമയത്ത് കവക്കുണ്ടാവും, പക്ഷെ ചില സമയത്ത് ഡ്രൈ ആയിട്ടുള്ള വരുന്നു. അതിനെന്താണ് കീമോ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് എത്ര വയസ്സുണ്ട്? അവർക്ക് 51 വയസ്സ്. എത്ര വയസ്സുണ്ട് അവർക്ക്? വയസ്സ് എത്ര ഉണ്ട്? 51, 51. ഈ എവിടെയായിരുന്നു ക്യാൻസർ ഉണ്ടായിരുന്നത്? ഏത് ഭാഗം? അതെ അതെ, ഓക്കെ ഓക്കെ. ഏത് ഭാഗത്തായിരുന്നു ക്യാൻസർ ഉണ്ടായിരുന്നത്? ടു സൈഡും ഉണ്ട്. ഓവറി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിപ്പം ഈ ഒരു ഇടയ്ക്കൊരു ചുമ, ശ്വാസമുട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കഫക്കെട്ട് വരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, വൈറൽ അണുബാധകളൊക്കെ ഒരുപാടുള്ള കാലഘട്ടമാണ്. ഇപ്പം കോവിഡിനെ തുറന്നു, അതിന് മുമ്പൊക്കെ ഇഷ്ടംപോലെ കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് വൈറൽ അണുബാധ. നമ്മുടെ ശ്വാസകോശം എന്ന് പറഞ്ഞാൽ എപ്പോഴും പുറത്തെ അന്തരീക്ഷവുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ഒരു ആന്തരിക അവയവമാണ്, അല്ലേ? ഹൃദയം പോലെയോ കരൾ പോലെയോ ഒന്നുമല്ല. ശ്വാസകോശം എല്ലാ
എപ്പോഴും നമ്മുടെ പുറത്തെ അന്തരീക്ഷവുമായിട്ട് ഒരു ബന്ധം പുലർത്തുന്ന ഒരു അവയവമാണ്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഫക്കെട്ട് വരുന്നതാണ്. അല്ലാതെ അതും ഈ ഒരു താങ്കൾ പറഞ്ഞ ലക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതൊരു ഇങ്ങനത്തെ ഈ ഒരു അസുഖമായിട്ട് തോന്നുന്നില്ല. അത് ഇടയ്ക്ക് നമ്മൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് ഇപ്പോൾ അവർക്ക് ആസ്മയുടെ ലക്ഷണങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ COPD രോഗത്തിൻ്റെ സാധ്യതയുണ്ടോ എന്നൊക്കെ ഒരു ഡോക്ടറെ കാണിച്ച് കണ്ണൂരാരെങ്കിലും ഒന്ന് കാണിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ലക്ഷണം വെച്ച് മാത്രം നമുക്ക് ILD ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. സാധ്യതയില്ല എന്നാണ് എനിക്ക് നിങ്ങൾ പറഞ്ഞത് വെച്ച് തോന്നുന്നത്. താങ്ക് യു ഡോക്ടർ. പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഈ രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ? അതുപോലെ ഇതിന്റെ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? മരുന്നുകൊണ്ട് എത്രത്തോളം മാറ്റാൻ സാധിക്കും? അത് നമ്മളിപ്പം വീണ്ടും ആദ്യത്തിലേക്ക് വരാം. കാരണം ഇത് ഒരു ഒറ്റ രോഗത്തിൻ്റെ പേരല്ല, ഒരുപാട് രോഗങ്ങളുടെ സമുച്ചയത്തിൻ്റെ പേരാണ് ഈ ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങൾ എന്നുള്ളത്. വിവിധ കാരണങ്ങൾ കൊണ്ട് ഈ രോഗം ഉണ്ടാവുന്നതുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വാതാനുബന്ധ ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങൾ. അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ആ രോഗം ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് ചികിത്സിക്കാം. ഇയോസിനോഫിൽ രക്തത്തിൽ ശ്വാസകോശ കലകളിൽ അടിഞ്ഞുണ്ടാകുന്ന ഇയോസിനോഫിലിക് ന്യൂമോണിയാസ് എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കുന്നത്. അത്തരം ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങളുണ്ട്. അതിനെ നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദം മാറ്റാൻ പറ്റും. പിന്നെ അതേപോലെ സാർക്കോയിഡോസിസ്, അതായത് ശ്വാസകോശ കലകൾ ഉരുണ്ടുകൂടുന്ന, ശ്വാസകോശ കലകൾ മാത്രമല്ല ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കലകൾ അങ്ങനെ ഉരുണ്ടുകൂടും. സാർക്കോയിഡോസിസ് ശ്വാസകോശത്തെ മാത്രമല്ല ബാധിക്കുന്ന മറ്റ് പല അവയവങ്ങളെയും ബാധിക്കാം. എന്തായാലും ശ്വാസകോശ കലകൾ ഉരുണ്ടുകൂടുന്ന സാർക്കോയിഡോസിസ് എന്നൊരു കണ്ടീഷനുണ്ട്. ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ്, അതായത് ജൈവിക ആൻറ്റിജനുകൾ ശരീരത്തോട് പ്രതികരിച്ചുണ്ടാകുന്ന ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗമാണ് ഹൈപ്പർ സെൻസിറ്റീവ് ന്യൂമോണൈറ്റിസ്. ഇതും ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയ ചികിത്സിച്ച് ഭേദം പറ്റും. പക്ഷേ ഒരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ എല്ലാ പയവും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആദ്യഘട്ടത്തിൽ ശ്വാസകോശങ്ങൾ ചകിരി പോലെ ആയിക്കഴിഞ്ഞാൽ ഒരു മരുന്ന് കൊണ്ടും അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അപ്പം നമ്മളിനി ചികിത്സയിലേക്ക് വരാം. ഇത്തരം അസുഖങ്ങളിൽ നമ്മൾ സാധാരണഗതിയിൽ ഈ വിവിധ തരം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിന് ഉപയോഗിക്കുന്ന ഒരു ഇനം മരുന്നാണ് നമ്മുടെ സ്റ്റീറോയിഡ്. നമ്മളെല്ലാവരും കേട്ട് കാണും. സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർ ഭീതിയോടെ നോക്കുന്ന ഒരു മരുന്നുകളാണ്. സ്റ്റീറോയിഡിനെ സംബന്ധിച്ച് ഒരു പരിധിവരെ അത് ശരിയുമാണ്. സ്റ്റീറോയിഡ് ഉപകാരി എന്ന പോലെ പ്രശ്നക്കാരനുമാണ്. പക്ഷേ നമ്മൾ വളരെ സൂക്ഷിച്ച് കൃത്യമായ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം എടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകും. എന്തായാലും നല്ലൊരു പങ്ക് ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങൾക്കുള്ള പ്രധാന ചികിത്സയിലൊന്നാണ് സ്റ്റീറോയിഡുകൾ. അത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ രോഗങ്ങൾ കണ്ടെത്തിയാൽ സ്റ്റീറോയിഡ് കൊടുത്ത ഒരു 3, 4, 5 മാസം കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. പക്ഷേ സ്റ്റീറോയിഡ് ഫലിക്കാത്ത ചിലയിനം ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ പരിശോധനകളും, സാധ്യമായ എല്ലാ പരിശോധനകളും കഴിഞ്ഞതിന് ശേഷവും നമുക്ക് എന്തുകൊണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇഡിയോപ്പതിക് പൾമണറി ഫൈബ്രോസിസ് അഥവാ IPS എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങൾക്ക് സ്റ്റീറോയിഡ് ഒരു പ്രയോജനവും ചെയ്യില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് ദോഷമേ ഉണ്ടാക്കത്തുള്ളൂ. അതുകൊണ്ട് അത്തരം കേസുകളിൽ സ്റ്റീറോയിഡ് കൊടുക്കുന്നതുകൊണ്ട് ഒരു കഥയുമില്ല. അത്തരം അസുഖങ്ങളിൽ നമുക്ക് അതിൻ്റെ ഈ രോഗം ഈ ശ്വാസകോശങ്ങൾ ദ്രവിച്ച് പോകുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ചിലയിനം മരുന്നുകളുണ്ട്. അതായത് ഫൈബ്രോസിസ് തടയുന്നതിനാവശ്യമായ അല്ലെങ്കിൽ ഫൈബ്രോസിസ് വീണ്ടും ഒരുപാട് വലിയ രീതിയിൽ ഉണ്ടാകുന്നതിനെ തടയുന്ന ചില ഇനം മരുന്നുകളുണ്ട്. അതായത് പിർഫിനിഡോൺ, നിൻഡിഡാനിബ് എന്നിങ്ങനെ വിവിധ ഇനം മരുന്നുകളുണ്ട്. പക്ഷേ അതും പൂർണ്ണമായിട്ട് ആ അസുഖം ഭേദമാവുന്നില്ല. അതിൻ്റെ ആ ഫൈബ്രോസിസ് ഇനി കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന് ഒരു പരിധി വരെ തടയുന്ന മരുന്നുകളുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ചിലയിനം ഈ സ്റ്റീറോയിഡുകൾ കൊണ്ട് പ്രയോജനം ചെയ്യുന്ന ചിലയിനം ഇൻ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങളുണ്ട്. അത്തരം ശ്വാസകോശ രോഗങ്ങളിലെ ആദ്യഘട്ടത്തിൽ സ്റ്റീറോയിഡ് കൊടുക്കുകയാണെങ്കിൽ അവ പൂർണ്ണമായിട്ടും ഭേദമാകുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടുവരുന്നത്. പിന്നെ ഇത് ഒരു നിവൃത്തികേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓക്സിജൻ കൊടുക്കേണ്ടി വരും. കാരണം വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം ശരീരത്തിന് ഓക്സിജൻ എടുക്കാനുള്ള ശ്വാസകോശങ്ങൾക്ക് കപ്പാസിറ്റി കുറയുമ്പോഴത്തേക്ക് നമ്മൾ ഓക്സിജൻ പുറത്തുനിന്ന് കൊടുക്കേണ്ടി വരും. ഇപ്പം വീട്ടിൽ വെച്ച് കൊടുക്കുന്ന ഓക്സിജനും ഒക്കെ ചികിത്സയൊക്കെ നിലവിലുണ്ട്.
അത് കൊടുക്കേണ്ടി വരും. ഇനി അത് കൊടുത്താലും കുറച്ച് കഴിഞ്ഞാൽ അതും പറ്റാതെ ശ്വാസകോശങ്ങൾ പൂർണ്ണ പരാജയത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ വളരെ അപൂർവമായിട്ടാണെങ്കിലും ശ്വാസകോശങ്ങൾ മാറ്റി വെക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ശ്വാസകോശങ്ങൾ മാറ്റി വെക്കുന്ന ചികിത്സാ രീതി ഇന്ത്യയിൽ നിലവിലുണ്ട്. പക്ഷേ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിന് ശ്വാസകോശങ്ങൾ കിട്ടണം, പറ്റിയ ശ്വാസകോശമായിരിക്കണം, അത് യോജിപ്പുള്ളതായിരിക്കണം. അതുകൊണ്ടൊക്കെ ആ ചികിത്സാ രീതിയിൽ അത്രത്തോളം അങ്ങോട്ട് നമുക്ക് ഒരു വിജയകരമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ ശ്വാസകോശങ്ങളുടെ ലഭ്യത കുറവാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. ഏറ്റവും പ്രധാനമായിട്ടുള്ള മെഡിക്കൽ ചികിത്സ, മരുന്ന് കൊണ്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റീറോയിഡുകളാണ്. സ്റ്റീറോയിഡുകൾ മാത്രമല്ല, മറ്റ് പല മരുന്നുകളും ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ മാർഗ്ഗമാണ് സ്റ്റീറോയിഡുകൾ. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വീണയാണ്. വീണ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഓക്കെ, ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ, പറയൂ. സാർ, ഞാനൊരു മോൾക്ക് വേണ്ടി ചോദിക്കാനാണ്. മോൾക്ക് കുറെ നാളായിട്ട് അലർജിയുടെ പ്രശ്നമുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഫത്തിന്റെ പ്രശ്നം, ചെറിയൊരു ശ്വാസം മുട്ടലുണ്ട്. ആസ്മയല്ല, പക്ഷേങ്കില് ശ്വാസം മുട്ടൽ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ ഒത്തിരി നാളായിട്ട് ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ മോണ്ടക്ലുക്കാസും യൂസ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ശ്വാസകോശത്തിന് എന്തെങ്കിലും വരുമോ സാറേ? മോൾക്ക് എത്ര വയസ്സുണ്ട്? മോൾക്ക് ഇപ്പം 20 ആവുന്നു. മോൾക്ക് എത്ര വയസ്സുണ്ട്? വയസ്സ് 20 വയസ്സുണ്ട്. അപ്പം 20 വയസ്സുള്ളൊരു 20 വയസ്സുള്ളൊരു കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ആസ്മയാവാനാണ് സാധ്യത. ആസ്മ പറഞ്ഞാൽ പേടിക്കണ്ട, അത് നല്ല ചികിത്സയുള്ള, നമ്മുടെ ജീവിത രീതിത്തെ ഒരു വിധത്തിലും ബാധിക്കാത്ത, നമുക്ക് നമ്മുടെ ഏത് ജോലിയും ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ആസ്മ. അപ്പോൾ താങ്കൾ അത് ആസ്മയല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 20 വയസ്സുള്ള കുട്ടിക്ക് ഇൻഹേലർ എടുക്കുന്നുണ്ട്, അത് ആസ്മയാണ്. ഇൻഹേലറാണ് അതിനകത്ത് സുരക്ഷിതം. അപ്പോൾ അത് നമ്മൾ അത് ആസ്മയാണെങ്കിൽ ഇൻഹേലറുകളാണ് അതിൻ്റെ ചികിത്സാ രീതി. ഏറ്റവും ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഏറ്റവും സുരക്ഷിതമായ ചികിത്സാ രീതി ഇൻഹേലർ വഴി മരുന്നുകൾ എടുക്കുക എന്നുള്ളതാണ്. അത് തുടർച്ചയായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഡോക്ടർ പറഞ്ഞ നിർദ്ദേശിച്ച അളവിലും കാലയളവിലും എടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നം വരത്തില്ല. ആ കുട്ടിയുടെ ജീവിതത്തെ ഒരു വിധത്തിലും ഇത് ബാധിക്കാൻ പോകുന്നില്ല. പിന്നെ സാർ ഒരു കാര്യം കൂടി, ILD അല്ല, എന്തായാലും നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കണ്ട, അത് ILD ഒന്നും അല്ല. ഓക്കെ സാർ, എനിക്ക് ഇങ്ങനെ കുറച്ച് ദൂരം കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോ കുറച്ച് ദൂരം നടക്കുമ്പോഴൊക്കെ ഇതുപോലെ ചെറിയൊരു കിതപ്പും ഒരു ചെറിയൊരു ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട്. ഇങ്ങനെ നമ്മള് ഹില്ല് പോലെയൊക്കെ നടക്കുമ്പോൾ ആ ഒരു ഇങ്ങനെ ചെറിയൊരു പൊക്കത്തിൽ നടക്കുമ്പോഴൊക്കെ അല്ല, ഇപ്പം നമ്മളെ ഈ നടക്കുമ്പോഴുള്ള കിതപ്പെല്ലാം നമ്മൾ ഇൻറ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങളാണെന്ന് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളും ഞാനും ഒക്കെ നടക്കാറുണ്ട്, നമ്മളധികം നടക്കാത്തത് കൊണ്ടും ഒക്കെ ആയിരിക്കാം, നടക്കാത്തത് നമുക്ക് ചെറിയ കിതപ്പ് വരും. പക്ഷേ നമുക്കൊരു കാര്യമുള്ളത്, ഇപ്പോൾ താങ്കൾക്ക് അങ്ങനെ നടക്കുമ്പോൾ കിതപ്പുണ്ടെന്നുള്ള ഒരു പ്രശ്നം താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ട ഒരു ബേസിക് പരിശോധനകൾ നടത്തുന്നത് നല്ലതാണ്. കാര്യം നമുക്കൊന്നുമില്ല, അതില്ല നമുക്ക് ഉറപ്പിക്കാമല്ലോ. ഡോക്ടർ, വ്യക്തമാണ്, സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് ശ്വാസകോശം ദ്രവിച്ച് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ചേർന്നത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പൾമണറി മെഡിസിൻ പ്രൊഫസർ ഡോക്ടർ PS ഷാജഹാനാണ്. ഡോക്ടർ, നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമസ്കാരം.